കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് എന്താണെന്ന് അറിയാമോ? അറ്റൻഷൻ അഥവാ ശ്രദ്ധ. പാരൻസിൻ്റെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള എഫേർട്ടും ഉണ്ടായിരിക്കും. ഒരുപാട് സ്നേഹം ഉണ്ടായിരിക്കും. ചെയ്തു കൊടുക്കാൻ പറ്റുന്നതും ചെയ്തു കൊടുക്കാൻ പറ്റാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നുമുണ്ടായിരിക്കും. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലുമൊക്കെയോ സംഭവിക്കുന്ന ശ്രദ്ധക്കുറവ് കാരണമാണ് പലതരത്തിലുള്ള പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ആഘാതങ്ങളും പെരുമാറ്റത്തിലുണ്ടാകുന്ന വൈകല്യങ്ങളും കുട്ടികൾക്കുണ്ടാകുന്നത്. കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു 1.5 വയസ്സുള്ള കുട്ടി മുതൽ ടീനേജറായിട്ടുള്ള കുട്ടി വരെ ഏത് കുട്ടികളുമാവും. പ്രായമല്ല മാനദണ്ഡം. കിട്ടുന്ന അറ്റൻഷൻ കുട്ടികൾക്ക് മാത്രമല്ല, മുതിർന്നവരായ നമ്മൾക്കാണെങ്കിൽ പോലും അറ്റൻഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കുട്ടികളെ സംബന്ധിച്ച് സന്തോഷം മാത്രമല്ല, സംരക്ഷണവും കൂടിയാണ് പാരൻസിൽ നിന്ന് കിട്ടുന്ന അറ്റൻഷൻ. ഞങ്ങളുടെ സ്റ്റുഡൻസിൽ കൂടുതൽ പ്രശ്നങ്ങളിൽ ഏർപ്പെടുന്ന പല കുട്ടികളെ പറ്റിയും ഒരു റിസർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അവരുടെ പാരൻസിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവുന്ന അറിഞ്ഞുകൊണ്ടല്ലാത്ത അല്ലെങ്കിൽ സമയക്കുറവ് കാരണം ഉണ്ടായി പോകുന്ന ശ്രദ്ധക്കുറവുകൾ കാരണം കുട്ടികളുടെ സ്വഭാവ രീതികൾ മാറുന്നത്, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി വഴിമാറി പോകുന്നത്, അറിയാത്ത തെറ്റുകളിൽ ചെന്നുപെടുന്നത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ആക്രമണ വാസന ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽസായി മാറുന്ന പലരും നല്ല ബാല്യകാലം ഇല്ലാതെയായി പോയിട്ടുള്ളവരാണ്. പക്ഷേ ബാല്യകാലം വേദനിപ്പിക്കുന്നത് കൊണ്ട് മാത്രം മോശമായി പോകുന്നവരല്ല എല്ലാവരും. ഒരുപാട് ഓവർലി സോഫ്റ്റനായി പോകുന്ന ചില മനസ്സുകളുമുണ്ട്. പക്ഷേ മെജോറിറ്റി കല്ലുപോലെയായി പോകും മനസ്സുകൊണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു റാൻഡം കമൻറ്റ് കണ്ടിരുന്നു ഏതൊരു വീഡിയോയിൽ. ആ കമൻറ്റ് വളരെയധികം ഹൃദയസ്പർശിയായിരുന്നു. ഉപേക്ഷിക്കപ്പെട്ട ഒരു ബാല്യകാലം, ആ ബാല്യകാലം സമ്മാനിച്ച വേദനിപ്പിക്കുന്ന മുറിവുകൾ വല്ലാതെ ഹൃദയത്തിൽ തൊട്ട ആ ഒരു കമൻറ്റ് ഞാൻ വായിക്കാം. ഞാൻ ജനിച്ച് 3 മാസമായപ്പോൾ തുണി അലക്കാൻ തോട്ടിൽ പോകുക എന്നും പറഞ്ഞു പോയ ഒരു അമ്മ ഉണ്ട് എനിക്ക്. ഇതുവരെ അവരുടെ അലക്ക് തീർന്നില്ല, വന്നില്ല. 28 വയസ്സായി, കണ്ടിട്ടില്ല. ഇന്ന് ഞാൻ 3 മക്കളുടെ അമ്മയാണ്. എൻ്റെ അപ്പനും അമ്മയും ചെറുപ്രായത്തിലെ വിവാഹിതരായവരാണ്. എൻ്റെ ചേട്ടനെ പ്രസവിക്കുമ്പോൾ അവർക്ക് 15 വയസ്സേ ഉള്ളൂ. ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നേരെ നോക്കിയാൽ വഴക്കായിരുന്നു, 3 മക്കൾ ഉണ്ടാക്കി വെച്ചു എന്നൊക്കെ. എന്നെ ഗർഭിണിയായിരിക്കെ അപ്പൻ പണിക്ക് പോയി ദൂരെ. ഞാൻ ഉണ്ടായി എന്നറിഞ്ഞപ്പോൾ പോലും വന്നിട്ടില്ല. എൻ്റെ 2 ചേട്ടന്മാരെയും എന്നെയും അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ ഒരു ദിവസം അവരും ഇറങ്ങിപ്പോയി. 3 മാസം പ്രായമേ ഉള്ളൂ എനിക്ക്. എൻ്റെ ചേട്ടന്മാർ പൊടിക്കുഞ്ഞുങ്ങളായിരുന്നു. അപ്പനും അമ്മയും നോക്കി. ദാരിദ്ര്യമായിരുന്നു. വല്യമ്മ പണിക്ക് പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകും. പറമ്പിലൊക്കെ മരത്തിൽ തൊട്ടിൽ കെട്ടിയിടുമായിരുന്നു അത്രേ. അമ്മച്ചി വരുമ്പോൾ ഉറുമ്പ് കടിച്ച് പൊതിഞ്ഞിരിക്കുന്ന എന്നെ കണ്ട് ആ പറമ്പിൽ നിന്നും ഉറക്കെ കരഞ്ഞിട്ടുണ്ടത്രേ. മഴ ആയിരുന്നതുകൊണ്ട് ആരും കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുമായിരുന്നു. നേരെ നിൽക്കാൻ പോലും ജീവനില്ലാത്ത അവർ ഞങ്ങൾ 3 പേരെയും നോക്കാൻ പണിക്ക് പോയി. അവസാനം എൻ്റെ ചേട്ടന്മാരെ ഫസ്റ്റ് ക്ലാസ് മുതൽ ഹോസ്റ്റലിൽ കൊണ്ടുവിട്ടു. അവിടെ അവർ കുറേ അനുഭവിച്ചു. 13-ാം വയസ്സിൽ എൻ്റെ അപ്പൻ ആദ്യമായി എന്നെ കാണാൻ വന്നു. കൂടെ ഒരു ഭാര്യയും മകളും. എന്നെ കൂടെ കൊണ്ടുപോയി. അത്രയും നാൾ ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അങ്ങോട്ട് നരകമായിരുന്നു. ആഹാരം കഴിക്കാതെ പണിയെടുത്ത് കരഞ്ഞുറങ്ങിയ ദിവസങ്ങൾ, നരകിച്ച ദിവസങ്ങൾ. ചേട്ടന്മാരെയും കൊണ്ടുവന്നു കൂടെ. ഇപ്പോഴും ഞാൻ ആഹാരം കഴിക്കാൻ ചോറെടുക്കുമ്പോൾ ഓർക്കും, അപ്പൻ്റെ ഭാര്യ പറയുമായിരുന്നു, ഈ മുടിഞ്ഞ തീറ്റ. പച്ചച്ചോർ കണ്ണീരിൻ്റെ ഉപ്പ് കൂട്ടി കഴിച്ചു. കരഞ്ഞുറങ്ങി. ഞങ്ങൾ 3 കുഞ്ഞുങ്ങളും മഴയത്ത് നിലത്ത് കിടന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട്. അപ്പൻ അതൊന്നും കണ്ട ഭാവം നടിക്കില്ല. 17 വയസ്സ് വരെ. അതിനിടയിൽ എൻ്റെ ചേട്ടൻ ഒരാൾ ഇറങ്ങിപ്പോയി, ദൂരെ എങ്ങോട്ടും. ഒരാൾ എന്നെ ഒറ്റയ്ക്കാക്കാതിരിക്കാൻ എൻ്റെ കൂടെ നിന്നു. സ്കൂളിൽ ഇന്ന് വരെ ചോറ് കൊണ്ടുപോയിട്ടില്ല. അവരുടെ മക്കൾക്ക് കൊടുത്തുവിടും. വിശന്നിട്ട് നടക്കുമ്പോൾ വിറച്ചിട്ടുണ്ട്. എല്ലാവർക്കും എല്ലാം അറിയാം. പക്ഷേ സഹതാപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കൂളിൽ പഠിക്കുമ്പോൾ രാവിലത്തെ അടുക്കളപ്പണിയും ചെയ്ത് വെറും വയറോടെ പോകും. ചോറ് തന്നുവിടില്ല. ഉച്ചയ്ക്ക് സ്കൂളിൽ 5-ാം ക്ലാസ് വരെ ചോറ് മാത്രമേ ഉള്ളൂ. ഞാൻ കിടന്നുറങ്ങും, അല്ലെങ്കിൽ ബാത്റൂമിൻ്റെ പുറകിൽ പോയി നിൽക്കും. വൈകിട്ട് വരുമ്പോൾ പച്ചച്ചോറിൽ വെറും മുളക് പൊടി വാരിയിട്ട് തിന്നും, കരയും. പ്രായമായ വല്യപ്പനെയും വല്യമ്മേനെയും ഒന്ന് കാണാൻ പോലും വിടില്ലായിരുന്നു. അങ്ങനെ എത്രയോ അനുഭവങ്ങൾ. ഇന്നെനിക്ക് പ്രായം 28. 17 വയസ്സിൽ സ്നേഹിച്ചു വിവാഹം കഴിച്ചു. എൻ്റെ കാര്യങ്ങളെല്ലാം അറിയുന്ന എൻ്റെ ചേട്ടൻ്റെ കൂട്ടുകാരന് 3 മക്കളുണ്ട്, ഒരാളും 2 പെണ്ണും. വിവാഹം കഴിഞ്ഞിട്ടും കുടുംബജീവിതത്തിൽ സഹിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളുണ്ടായി. താങ്ങാൻ ആരുമില്ലാത്തതുകൊണ്ട് സ്വന്തമായി പ്രതിഷേധിച്ചു. തൻ്റേടി എന്ന പേര് വീണു.
ഇന്നിപ്പോൾ ഞാൻ കരയാറില്ല. എൻ്റെ കണ്ണുനീർ വറ്റിപ്പോയി. അവസാനം കരഞ്ഞത് എൻ്റെ വല്യമ്മ മരിച്ച ദിവസമാണ്. വിഷമം ഉണ്ടാകാറുണ്ട്. ചങ്ക് ഉള്ളിലിരുന്ന് വിങ്ങി പൊട്ടിയാലും ഇതിലും ഭീകരമായി അനുഭവിക്കുന്ന ജീവനുകളുണ്ട് നമുക്ക് ചുറ്റിനും. ആരും അറിയുന്നില്ല. വിശപ്പിൻ്റെ വില അറിയാം, ഒറ്റപ്പെടലിൻ്റെ, നഷ്ടപ്പെടലിൻ്റെ. ഇപ്പോൾ ഞാൻ ജീവിക്കുകയാണ് എൻ്റെ മക്കൾക്കും കെട്ടിയവനും വേണ്ടി. എനിക്ക് വേണ്ടി ജീവിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടേയില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് വിശപ്പ് മാറ്റാൻ ആഹാരവും സമാധാനം നിറഞ്ഞ ഉറക്കവും. ഇന്നെനിക്കതുണ്ട്. ഞാൻ സന്തോഷവതിയാണ്. എൻ്റെ ചേട്ടന്മാരും എൻ്റെ ഒപ്പമുണ്ട്. വിവാഹമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയി സന്തോഷത്തോടെ. എനിക്കത് മതി. ഉറക്കത്തിൽ എവിടെയോ ഒരു കുഞ്ഞു വീട് വയ്ക്കുന്ന സ്വപ്നം കാണും. അതേ ഉള്ളൂ. ഇന്നിപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വന്നാലും പിടിച്ചു നിൽക്കാനുള്ള മനക്കെട്ടി എനിക്കുണ്ട്. കാരണം ഇനി വന്നു പോയതിൽ പകരം ഒന്നും ഞാൻ അനുഭവിക്കാനില്ല. 28 വർഷങ്ങൾക്ക് ശേഷം ഒരു പെൺകുട്ടി എഴുതിയ കമൻ്റാണിത്. ആ കുട്ടിയുടെ ബാല്യകാലത്ത് ആ കുട്ടിയുടെ മനസ്സ് എത്രമാത്രം മുറിഞ്ഞിട്ടുണ്ടെന്ന്, എത്രമാത്രം വേദനിച്ചിട്ടുണ്ടെന്ന് ഈ വാക്കുകൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയധികം ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ടാവും. ആ അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ന്യായീകരണങ്ങളുണ്ടാവാം, വേദനകളുണ്ടാവാം. പക്ഷേ ആ അമ്മ ഇല്ലാതെ ആയിപ്പോയപ്പോൾ, അല്ലെങ്കിൽ ആ അച്ഛൻ ഇല്ലാതെ ആയിപ്പോയപ്പോൾ, പിന്നീട് അച്ഛൻ തിരിച്ചു വന്നിട്ടും ആ കുട്ടിക്ക് കൊടുക്കേണ്ട ശ്രദ്ധ കൊടുക്കാൻ പറ്റാതെ ആയിപ്പോയപ്പോൾ അതൊക്കെ കൊണ്ടല്ലേ ഇത്രയും അനുഭവിക്കേണ്ടി വന്നത്. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കുട്ടികൾ അവരുടെ ബാല്യകാലം നഷ്ടപ്പെട്ട് വേദനിച്ച് ജീവിക്കുന്നുണ്ട്. ചില കുട്ടികളുണ്ട് മാതാപിതാക്കളുടെ കൂടെ ആയിരിക്കും ജീവിക്കുന്നത്, പക്ഷേ ഏറ്റവും വലിയ നരകത്തിലായിരിക്കും അവർ ജീവിക്കുന്നത്. സ്വന്തമായി ഓർക്കാൻ ഒരു ബാല്യകാലം ഇല്ലാത്ത, സ്വന്തം മാതാപിതാക്കളാൽ വേദനിപ്പിക്കപ്പെട്ട, അതൊന്ന് ചെന്നൊരു ഒരിടത്ത് പറയാൻ പോലും വോയിസ് ഇല്ലാതെ വളർന്ന ഒരുപാട് കുട്ടികൾ വേറെയുണ്ട്. ചിലപ്പോൾ നമ്മളിൽ പലരും അങ്ങനെ ഒക്കെ അനുഭവിച്ച ഒരു കുട്ടിയാകാം. ചിലപ്പോൾ മാതാപിതാക്കളോടുള്ള സ്നേഹം കൊണ്ട്, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ആരും ഇല്ല എന്നുള്ളത് കൊണ്ട് നമ്മളൊന്നും ആരോടൊന്നും പറയാത്തതായിരിക്കാം. ബാല്യകാലങ്ങളിൽ ഉണ്ടാകുന്ന മുറിവുകളുണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ സമ്മാനിക്കുന്ന ട്രോമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഉണങ്ങാത്തൊരു മുറിവാണ്. സമാന സ്വഭാവമുള്ള ഓരോ കാര്യം നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നമ്മളെ വീണ്ടും ഹോണ്ട് ചെയ്യുന്ന ആഴത്തിലുള്ള വ്രണമാക്കപ്പെട്ട ഒരു മുറിവാണ്. ട്രോമറ്റൈസ്ഡ് ആണ് നമ്മളിൽ പലരും, നമ്മളിൽ ഒരുപാട് പേര്. പക്ഷേ നമ്മുടെ അഡൾട്ട്ഹുഡിൻ്റെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് പിന്നീട് നമുക്കൊരു ഓപ്ഷൻ ഇല്ല. നമ്മളൊരു ലൂപ്പിലായി കഴിഞ്ഞു. പിന്നെ നമ്മൾ തുടർന്ന് ചെയ്യണം, ലൈക്ക് വി ഹാവ് ടു ഡു വാട്ട് വി ഹാവ് ടു ഡു എന്നുള്ളൊരു പോയിന്റിലെത്തും. നമുക്ക് വേണമെങ്കിലും വേണ്ടെങ്കിലും മനസ്സ് വെച്ചാലും ഇല്ലെങ്കിലും നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ചെയ്ത് ഓരോ ദിവസവും നമ്മൾ പോയാലേ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യം. ഞാൻ എൻ്റെ സ്റ്റുഡൻസിൽ ഒരുപാട് വേദനിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ട്. അവരുടെ മനസ്സ് വേദനിക്കുന്ന കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ തോന്നിയിട്ടുള്ളത്, കഴിയുമെങ്കിൽ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ട ഒരു ശ്രദ്ധ അവരുടെ ബാല്യകാലത്തിൽ അവർക്ക് കൊടുക്കുക. നിങ്ങളൊരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഈ സമൂഹം പാരൻറ്റിങ് എന്നുള്ളത് ഭയങ്കര വല്ലാതെ നമ്മൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ. എല്ലാവരെയും ഒരു പ്രായം കഴിയുമ്പോൾ ജോലി, വിവാഹം, കുഞ്ഞുങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മളെ സമ്മർദ്ദപ്പെടുത്തുമ്പോൾ സ്വയം ചിന്തിച്ച് തീരുമാനമെടുക്കുക. ഒരു ജോലിക്ക് പോകണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് പോലെ, വിവാഹം കഴിക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കുന്നത് പോലെ, കുട്ടികളെ നോക്കാൻ ഉള്ള മാനസികമായിട്ടുള്ള പ്രാപ്തി നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം കുഞ്ഞുങ്ങളെ പറ്റി ചിന്തിക്കാം. ചൈൽഡ് ഫ്രീ ആയിട്ട് ജീവിക്കുക എന്നുള്ളത് ഒരു നല്ല ചോയ്സാണ്. കാരണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും പറ്റണമെന്നില്ല. കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് സ്വാർത്ഥമായിട്ടുള്ള ഒരു തീരുമാനമേ അല്ല. അവനവൻ്റെ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളും മനസ്സിൻ്റെ വേദനകളും അവനവനെക്കാളും മറ്റാർക്കാണ് അറിയുക. അതുകൊണ്ട് മറ്റുള്ളവരെ എന്ത് പറയും, എന്ത് ചോദിക്കും എന്നൊക്കെ നമ്മൾ കെയർ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. സാമ്പത്തികമായിട്ടുള്ള ബലം മറ്റൊന്നാണ് കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ചിലവ് ഏറിയ ഒന്നാണ്. അത് രണ്ടാമത്തത്. പക്ഷേ ഒന്നാമത്തത് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മാനസികമായിട്ട് കഴിയുമോ എങ്കിൽ മാത്രം ചിന്തിക്കുക ഒരു അമ്മയാകുന്നതിനെ പറ്റി, അല്ലെങ്കിൽ ഒരു അച്ഛനാകുന്നതിനെ പറ്റിയിട്ട്. ആരെങ്കിലുമൊക്കെ നോക്കുമെന്നും പറഞ്ഞ് അങ്ങും ഇട്ടിട്ട് പോയ കുട്ടികളൊക്കെ എത്രമാത്രം വേദനിക്കപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നൊന്നും ആർക്കും അറിയില്ല. അതുകൊണ്ട് പറ്റുമെങ്കിൽ ചൈൽഡ് ഫ്രീ ആയിട്ട് ജീവിക്കുക. ഇഫ് യു വാണ്ട് എ ചൈൽഡ്, ഉറപ്പുവരുത്തുക നിങ്ങൾക്ക് കഴിവുണ്ട്, മനസ്സുകൊണ്ട് നിങ്ങൾക്ക് അതിനുള്ള ക്ഷമതയുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് പേര് അനുഭവിച്ച പോലെയുള്ള നോവിക്കുന്ന ഒരു ബാല്യകാലം കൊടുക്കാനല്ല ആ കുഞ്ഞിനെ കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഞാനോ നിങ്ങളോ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു ബാല്യകാലം ആ കുഞ്ഞിന് ഉണ്ടാവരുത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാല്യകാലം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ, അതുപോലെയോ അതിൽ നല്ലതോ കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേണ്ട എന്നൊരു ഡിസിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഈ വേദനിച്ച് വളർന്ന കുട്ടികൾ നാളെ എന്തായി തീരും എന്നുള്ളത്, ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിൽ എത്തിച്ചേരും എന്നുള്ളത്, സമൂഹത്തിലേക്ക് എന്ത് തരം ഇമ്പാക്റ്റ് കൊണ്ടുവരും എന്നുള്ളത് ഞങ്ങൾ എഡ്യൂക്കേറ്റേഴ്സിന് എപ്പോഴും ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അതൊരു തീരുമാനമാണ്. ഇനി നിങ്ങൾക്ക് തീരുമാനമെടുക്കാൻ ഉള്ള ഒരു ചിന്താശേഷി ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾ ഒരു പാരൻ്റായി മാറിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ കുഞ്ഞിനോട് ചെയ്യാനുള്ള ഏറ്റവും വലിയ നീതി എന്ന് പറയുന്നത് ആ കുഞ്ഞിനെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ആ കുഞ്ഞിന് ഫിസിക്കലായിട്ടുള്ള ഒരു പ്രസൻസ് ഉണ്ടല്ലോ, നിങ്ങളുടെ ദേഹത്തോട് ചേർത്ത് പിടിക്കുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടല്ലോ. ആ കുട്ടിയോടെ ക്ഷമയോടെ കേൾക്കുമ്പോൾ, ആ കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ആ കുട്ടിയുടെ നെറുകയിലൊന്ന് തലോടുമ്പോൾ, ആ കുട്ടിയുടെ ഉടുപ്പുകളൊന്ന് നേരെയാക്കി കൊടുക്കുമ്പോൾ,
ചൂടുണ്ടോ എന്ന് നെറ്റിയിലൊന്ന് കൈവച്ച് നോക്കുമ്പോൾ ഒക്കെ ആ കുട്ടി അനുഭവിക്കുന്ന ഒരു ഒരു സുരക്ഷിതത്വമുണ്ട്. ആ കുട്ടിക്ക് ബിൽഡപ്പായി വരുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. എല്ലാത്തിലുപരി ആ കുട്ടി അർഹിക്കുന്ന അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ അതുകൊണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു എല്ലാവരും. ഞാൻ വായിച്ച കമൻ്റ് എഴുതിയ ആ ഒരു ആൾ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം. അത് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാനാവാത്ത അത്രത്തോളം സ്നേഹവും അത്രത്തോളം റെസ്പെക്റ്റും അതിലേറെ വേദനയും തോന്നി. അതുകൊണ്ടാണ് ഞാനത് സൂക്ഷിച്ചു വെച്ചതും ഈ ഒരു വീഡിയോയിൽ പറഞ്ഞതും. ഈ വീഡിയോ കാണുന്നതിൽ ഒരാളെങ്കിലും ചിന്തിക്കട്ടെ, നമ്മുടെ കൺവീനിയൻറ്റിനും അല്ലെങ്കിൽ നമ്മൾ കൺവീനിയൻ്റ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കംഫോർട്ട്, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം, അല്ലെങ്കിൽ നമ്മുടെ ബിസി സിറ്റുവേഷൻ, അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ, അങ്ങനെയൊക്കെയുള്ള എത്ര ന്യായീകരണങ്ങൾ നിർത്തിയാലും നികത്താനാകാത്ത ഒന്നാണ് ഒരു നമ്മളായിട്ട് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന കുഞ്ഞിന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട കരുതലും സ്നേഹവും ശ്രദ്ധയും.